ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഓണം ഇങ്ങ് അടുത്തെത്താറായില്ലേ. നമുക്കിന്നൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസം വെച്ചാലോ. ഈ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഈ റെസിപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കായാലും നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കായാലും ഉണ്ടാക്കാം. കാരണം ഞാനിതിനകത്ത് തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. പക്ഷേ നമുക്ക് സാധാ മിൽമപ്പാലോ പശുവും പാലോ എന്തെങ്കിലും ചേർത്താലും മതി. തേങ്ങാപ്പാൽ ചേർക്കുമ്പം വേറൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ മിൽമപ്പാലിനേക്കാളും എനിക്ക് കൂടുതലിഷ്ടം തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാം സേമിയയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. ഒന്നാം പാലെടുത്തിട്ടുണ്ട്, രണ്ടാം പാലും ഉണ്ട്, മൂന്നാം പാലും എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തേ. ആ നെയ്യ് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നല്ല വെള്ള കിസ്മിസ് ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഒന്നും ബോൾ പോലെ ഉരുണ്ട് വരുമ്പോഴത്തേക്കും നമുക്കത് വാങ്ങാം. 2-3 കോരി വെച്ചിട്ട് നമ്മുടെ നെയ്യ് അതിനകത്തുണ്ടല്ലോ, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത ആ നെയ്യിലേക്ക് തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വറക്കാത്ത സേമിയയാണേ അതിനകത്തിട്ട് കൊടുക്കാം. ഈ സേമിയ ഈ നെയ്ക്കകത്ത് കിടന്ന് ചെറു തീയിൽ നന്നായി ഒന്ന് റോസ്റ്റ് ആകണം. അപ്പോഴത്തേക്കും നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വരും, ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഒരെണ്ണെടുത്ത് കടിച്ച് നോക്കുമ്പോൾ അത് നന്നായി പൊട്ടും. അപ്പോൾ അതിൻ്റെ കണക്ക് പാകമായിട്ടുണ്ടാവേ. അങ്ങനെ നമ്മുടെ സേമിയ ഏകദേശം വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഈ സേമിയയിലേക്ക് മൂന്നാം പാലിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഒഴിച്ചു കൊടുത്തേ. ഈ മൂന്നാം പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഈ സേമിയ ഒന്ന് ചെറുങ്ങനെ വേകാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മൂന്നാം പാലിൻ്റെ ബാക്കിയും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഈ തേങ്ങാപ്പാലിനകത്തേക്ക് കിടന്ന് നമ്മുടെ സേമിയ ഒന്ന് നന്നായിട്ട് വേകാൻ തുടങ്ങും കേട്ടോ. നമ്മൾ വറുത്ത സേമിയ പെട്ടെന്ന് വേകിയില്ല, വെന്താലും അലിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു പിടി സേമിയ വറക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഈ സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ സേമിയ പായസത്തിന് നല്ല കുറുകുകയും ചെയ്യും. ഈ ചില പായസം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഗ്ലാസ്സിലെടുത്ത് കഴിയുമ്പോൾ അടിയിൽ സേമിയയും മേലെ പാലുമായിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യലുണ്ട് ചില സ്ഥലത്തു നിന്നൊക്കെ കഴിക്കുമ്പോൾ. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സേമിയയും എപ്പോഴും ഗ്ലാസ് നല്ല തിക്കായിട്ട് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. ലൂസാണെങ്കിലും ടൈറ്റ് ആയാലും നല്ല തിക്കായിട്ടുണ്ടാകും, വെള്ളമായിട്ട് വേറിട്ട് കിടക്കുകയില്ല. അപ്പം നമുക്ക് നമ്മുടെ സേമിയ ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് ഞാൻ വേവിച്ചു കേട്ടോ. ആ അടച്ച് വെച്ച സേമിയ ഏകദേശം കുറുകി വെന്ത് വന്നപ്പം മൂന്നാം പാലിൻ്റെ ബാക്കി ഇരുന്നതും കൂടി ചേർത്ത് കൊടുത്തായിരുന്നേ. അതെന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സേമിയയ്ക്ക് പാല് വേണേ, കുറച്ചൊന്നും എടുത്താൽ പോരാ. നല്ല ലൂസായിട്ടുള്ള സേമിയ പായസമാക്കി വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല ലൂസുള്ള പായസം കിട്ടുള്ളൂ. പിന്നെ രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുത്തു. ഈ രണ്ടാം പാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ്. ഇതിനകത്ത് നമ്മുടെ സെമിയയ്ക്ക് ആവശ്യത്തിനുള്ള പാലും ഇതൊക്കെ ഇതിന് കുറുകി വന്നാലും അധികം കുറയാനില്ല. നമുക്കൊരു 8-10 ഏലക്ക എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം ചതച്ചിട്ട് അതിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഞാൻ അതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പായസം ഏത് തന്നെ തീയ വെച്ചാലും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കൈവിടാണ്ട് ഇളക്കി, അത്രയും നല്ലത്. പിന്നെ ഇതൊരു 300 ഗ്രാം തന്നെ പഞ്ചസാരയുണ്ട്. കാരണം നമ്മൾ 300 ഗ്രാം ആണല്ലോ സേമിയ എടുത്തത്. ഇപ്പം ഏകദേശം റെഡിയായി വരുമ്പം ഒരു 4 ലിറ്ററോളം പായസം ഉണ്ടാകും ഇത്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര വേണം. ഇപ്പം ഞാൻ എൻ്റെ തേങ്ങാപ്പാലിൻ്റെ തലപ്പാൽ കൂടെ ഒന്നാം പാൽ കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ തീ അങ്ങ് കുറച്ചേക്കണം. തീരെ കുറച്ച് വെച്ചു. ഞാനത് ഓഫാക്കി കേട്ടോ. അത് വാങ്ങി വെച്ചേ. എന്നിട്ട് ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ ഞാനൊരു 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തേ. നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിനകത്ത് ഒഴിക്കാനാണേ. ഇതിങ്ങനെ ചെയ്തിട്ട് ഏകദേശം ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അതൊന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പായസത്തിലേക്ക് നമുക്കത് ചേർത്ത് കൊടുക്കണം. ഈ പായസത്തിൽ ഈ സാധനം ചേർത്ത് കഴിയുമ്പം ഈ പായസത്തിന് പ്രത്യേക ഒരു ടേസ്റ്റും ഒരു മണവുമാണ്. നമ്മൾ കുറച്ച് സമയം എല്ലാം ചേർത്ത് കഴിയുമ്പോൾ 2 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് തുറക്കുമ്പം ഈ പായസത്തിന് നമ്മൾ വിചാരിക്കാത്തൊരു നല്ല ഒരു മണമാണേ. ഈ സമയത്ത് നമ്മുടെ കാരമലൈസ് ചെയ്യുന്നത് കരിഞ്ഞു പോവുമോ ഡാർക്ക് കൂടിപ്പോവുകയും ചെയ്യരുതേ. പഞ്ചസാര കരിഞ്ഞാൽ പിന്നെ കാർബണാണ്, ഒന്നിനും കൊള്ളുകയില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തേക്ക്
നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാവേ. എല്ലാം കൂടെ നമ്മുടെ പായസം നല്ല സൂപ്പർ സെറ്റായിട്ടുണ്ട്. പായസത്തിന് വേണമെങ്കിൽ അല്പം കൂടെ മധുരം ചേർത്താലും കുഴപ്പമില്ല. നമുക്ക് ഈ മധുരം മതി, ഷുഗറൊക്കെ ഉള്ളവരുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വീറ്റിയാണ്, നല്ല രുചിയുണ്ടായിരുന്നു. അതുതന്നെ നമ്മൾ ഒരു 2 സ്പൂൺ നെയ്യ് മാത്രമേ ഇത് നമ്മൾ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അധികം നെയ്യൊന്നും ചേർത്തിട്ടില്ല. പിന്നെ തേങ്ങാപ്പാലാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. എൻ്റെ വീഡിയോ കാണുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുന്ന ഒത്തിരി താങ്ക്സ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. താങ്ക് യു.